നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം. തെരുവിലെ പശുക്കൾക്ക് ഗോശാലകൾ വേണം. ക്ഷേത്ര ദേവസ്വങ്ങൾ ഇവ നിർമ്മിക്കാൻ മുൻകൈയെടുക്കണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു പരാമർശം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDF. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. പ്രതീകാത്മകമായി കപ്പലും കപ്പിത്താനുമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് മന്ത്രി VN വാസവൻ. അപകടം സംഭവിക്കുമ്പോൾ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ശരിയല്ല. വിമാനാപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ എന്നും ചോദ്യം. ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ മറയ്ക്കാൻ സമരാഭാസങ്ങൾ നടത്തുന്നുവെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ആരോഗ്യമേഖലയിൽ ജില്ലയിൽ 970 കോടിയുടെ വികസനം നടത്തി. വീട്ടിലെ കടക്കം നടത്തുന്ന പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രിയെ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് CPM സംരക്ഷണമൊരുക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്നും രാജു എബ്രഹാം. കണ്ണൂരിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. KSU പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ജില്ലാ പ്രസിഡന്റ് MC അതുൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ നഗരത്തിലെ പ്രഭാ ജംഗ്ഷനിൽ വെച്ചായിരുന്നു പ്രതിഷേധം. മന്ത്രി VN വാസവന്റെ വാഹനത്തിന് നേരെ അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു മന്ത്രി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലും അപകട ഭീഷണിയിൽ. സന്ദർശിച്ച് ചാണ്ടിയുമ്മൻ MLA. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണമെന്ന് ചാണ്ടിയുമ്മൻ. ഇനിയൊരു അപകടമുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സർക്കാർ കാണിക്കണമെന്നും ചാണ്ടിയുമ്മൻ. പാലക്കാട് തൃത്താലയിൽ സ്കൂൾ മേൽക്കൂര തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. തൃത്താല ആലൂർ AM-UP സ്കൂളിൽ ദ്രവിച്ച കഴുക്കോൽ മാറ്റാനുള്ള ശ്രമത്തിനിടെ മേൽക്കൂര തകർന്ന് തൊഴിലാളി താഴെ വീഴുകയായിരുന്നു. മറ്റൊരു തൊഴിലാളിക്ക് ഓട് വീണും പരിക്കേറ്റു. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചു. യാത്ര ദുബായ് വഴി 10 ദിവസം ഹൂസ്റ്റണിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ. യാത്ര പകരം ചുമതല ആർക്കും നൽകാതെ. മുഖ്യമന്ത്രിക്ക് പരോക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മെലിത്തിയോസ്. എന്തിനാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? വല്ല മതിലും ഇടിഞ്ഞു വീണാൽ സംസ്ഥാനം അനാഥമാകില്ലേ? അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നതെന്നും മെലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിവാദത്തിൽ കേരള സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് നാളെ. സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണമെന്നാവശ്യപ്പെട്ട് താൽക്കാലിക VC സിസ തോമസിനെ നേരിൽ കണ്ട് ഇടതംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. യോഗം ചേരാതെ സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ പാടില്ല. സിസ തോമസ് അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായും ഇടതംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ VCയെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും BJP പ്രതിനിധി PS ഗോപകുമാർ ആരോപിച്ചു. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് ആലോചനയിലില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. അധ്യാപക സംഘടനാ യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് അറിയിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ അധികാരം സംബന്ധിച്ച പാഠഭാഗത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയത് ഏകകണ്ഠമായെന്ന് മന്ത്രി V ശിവൻകുട്ടി. കരിക്കുലം കമ്മിറ്റിയിൽ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമുണ്ടെന്നും ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് ആലോചനയിലില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. അധ്യാപക സംഘടനാ യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് അറിയിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം നടപ്പാക്കിയതെന്നും മന്ത്രി. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുസ്ലിം ലീഗ്. ചർച്ചകൾക്ക് പോലും മടിക്കുന്ന സർക്കാരിന്റേത് ഏകാധിപത്യമാണെന്ന് ET മുഹമ്മദ് ബഷീർ ആരോപിച്ചു. ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച വേണമെന്നും ET ആവശ്യപ്പെട്ടു.
കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ചു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതമ്മയെയും ഫോണിൽ വിളിച്ചാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ സർവീസ് സ്കീം അധികൃതർ ഉടൻ വേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് വിലയിരുത്തും. കാലതാമസം കൂടാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുൻമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നാണ് 12:30 പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഡയാലിസിസ് തുടരുകയാണ്. വി എസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുവെന്ന് മകൻ വി എ അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ചിത്രം കണ്ട് ഹൈക്കോടതി ജഡ്ജി. എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തി സിനിമ കണ്ടാണ് ജഡ്ജി എൻ നഗരേഷ് പേര് വിവാദം നേരിട്ട് പരിശോധിച്ചത്. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ജാനകി എന്ന പേര് മാറ്റാത്തതിനെ തുടർന്ന് സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിയെ ചോദ്യം ചെയ്താണ് നിർമ്മാതാക്കളുടെ ഹർജി. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ. തിരുവനന്തപുരത്താണ് സ്കൂൾ ഒളിമ്പിക്സ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്തും ശാസ്ത്രോത്സവം പാലക്കാട്ടും നടത്താൻ തീരുമാനിച്ചു. സിപിഐ മന്ത്രിമാർക്കെതിരെ പാർട്ടി സമ്മേളനത്തിൽ വിമർശനം. സിപിഐ മന്ത്രിമാർ കഴിവുകെട്ടവരെന്ന് സിപിഐ ജില്ലാ സമ്മേളന പ്രതിനിധികൾ വിമർശിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യവകുപ്പ് മന്ത്രിമാർ പരാജയം. സിപിഐ മന്ത്രിമാർക്ക് സ്വീകാര്യതയും മതിപ്പും കുറഞ്ഞെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കണ്ണൂരിൽ നടക്കുന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിലാണ് പ്രതിനിധികളുടെ വിമർശനം. മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിലുണ്ടാകാനാണ് സാധ്യതയെന്ന് മുൻ പാക് വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ. അസർ പാകിസ്ഥാൻ മണ്ണിലുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ഇന്ത്യ നൽകിയാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറെന്നാണ് ഭൂട്ടോയുടെ വാദം. ജമാഅത്ത് ഉദ്ദവ തലവൻ ഹാഫിസ് സയ്യിദിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും ഹാഫിസ് സ്വതന്ത്രനായി തുടരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭൂട്ടോ ആ വാദം തള്ളിക്കളഞ്ഞു. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭൂട്ടോയുടെ പ്രതികരണം. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ തുടരുന്ന ഇരട്ടത്താപ്പാണ് ഭൂട്ടോയുടെ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നതെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. സ്വന്തം മണ്ണിലും ചരിത്രം കുറിച്ച് നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ പേരിൽ രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോയിൽ നീരജ് തന്നെ ഒന്നാമനായി. 86.18 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നേട്ടം. ഫൗൾ ത്രോയോടെയായിരുന്നു തുടക്കമെങ്കിലും രണ്ടാം ശ്രമത്തിൽ 82.99 മീറ്റർ ദൂരം കണ്ടെത്തി. മൂന്നാം ത്രോയിലായിരുന്നു ജയം. കെനിയയുടെ ജൂലിയസ് യഗോ രണ്ടാമതും ലങ്കൻ താരം രുമേഷ് പതിരകെ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. KCL രണ്ടാം സീസണിലെ താരലേലത്തിൽ വിഷ്ണു വിനോദാണ് വൻതുക നേടിയവരിൽ രണ്ടാമൻ. 18.8 ലക്ഷത്തിനാണ് വിഷ്ണുവിനെ കൊല്ലം ഏരീസ് ലേലത്തിൽ പിടിച്ചത്. ജലജ് സക്സേനയും ലേലത്തിൽ നേട്ടമുണ്ടാക്കി. ആലപ്പി റിപ്പിൾസ് 12.4 ലക്ഷം രൂപയാണ് ജലജിനായി ചെലവഴിച്ചത്. ബേസിൽ തമ്പിയെ 8.4 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസും ഷോൺ റോജറിനെ 4.4 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസും സ്വന്തമാക്കി. തിരുവനന്തപുരത്തായിരുന്നു താരലേലം. KCL രണ്ടാം സീസണിലെ താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 26.8 ലക്ഷം രൂപയ്ക്കാണ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. സഞ്ജു സാംസൺ ഗ്ലാമർ പ്ലെയർ എന്ന് ട്രിവാൻഡ്രം റോയൽസ് സഹ ഉടമയും സംവിധായകനുമായ പ്രിയദർശൻ. സഞ്ജുവിന്റെ വരവ് ടൂർണമെന്റിന് ആവേശം പകരുമെന്നും പ്രിയദർശൻ പറഞ്ഞു. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.